ചാത്തന്നൂർ ജംഗ്ഷനിലാണ് ഈ ഒരു പരിപാടി. അതായത് MLA സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ ഭാഗമായി മധുര വിതരണം, അതായത് പായസം ഉൾപ്പെടെ ഇവിടെ തന്നെ വെച്ചുകൊണ്ട് വിതരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഇവിടെ നിരവധി ആളുകളുണ്ട്, BJP പ്രവർത്തകരുമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷമാക്കി മാറ്റുവാൻ തന്നെയാണ് ഈ സത്യപ്രതിജ്ഞ ദിനം. ഇവിടെ മഹിളാ പ്രവർത്തകരടക്കം ഉണ്ട്. എന്തായാലും ഇവിടേക്ക് ഒരുപാട് പേർ, അതായത് ഒരുപാട് ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ അല്പസമയത്തിനകം തന്നെ ഈ പായസ വിതരണം നടക്കും. അതിൻ്റെ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നേതാക്കളടക്കം സംസാരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മധുര വിതരണം ആരംഭിക്കും. മനോജ്, വലിയ ആഹ്ലാദത്തിലാണ് ആ മണ്ഡലത്തിലുടനീളം BJPയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ആഹ്ലാദം, അതിന്റെ സന്തോഷ പ്രകടനങ്ങൾ നടക്കുകയാണല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഇവിടെ ഒരു കുഞ്ഞിന് പായസം നൽകിക്കൊണ്ട് ഇവിടെ ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും അതിൻ്റെ ഈ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. വലിയൊരു ആഘോഷം തന്നെയാണ് ഇന്ന് ഈ ചാത്തന്നൂരിന്റെ മണ്ണിൽ. മനോജ്, നമുക്ക് ആ പ്രവർത്തകരുടെ ആഹ്ലാദത്തിലേക്ക്, അവരുടെ വാക്കുകളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. തീർച്ചയായും ഇവിടെ ഈ മധുര വിതരണം ആരംഭിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവരിലേക്ക് കൂടെ പോകാം. എന്തായാലും ഇവിടെ നേതാക്കളൊക്കെ എത്തി സംസാരിക്കുകയാണ്. അവരൊക്കെ സംസാരിച്ച ശേഷം ഈ മധുരം വിതരണം ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ ഇവരൊക്കെ പറയുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ അഭിമാന മുഹൂർത്തമാണിത്. ഇപ്പം ഞങ്ങളുടെ ചാത്തന്നൂർ MLA ഗോപകുമാർ സാറിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞു. ഞങ്ങളെല്ലാം മധുര വിതരണം നടത്തുകയാണ്. ചാത്തന്നൂർ ഏറെ കാത്തിരുന്ന ഒരു നിമിഷമാണിത്. വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ ഈ മധുരം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാത്തന്നൂരിന്റെ അഭിമാന നിമിഷമാണിത്. ഞങ്ങൾ ഏറെ കാത്തിരുന്ന അഭിമാന നിമിഷം. ഏറെ സന്തോഷകരമായി തന്നെ ഞങ്ങൾ ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. BJP ജയിച്ചതിന് എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ്. എന്തായാലും ഏറെ നാള് കാത്തിരുന്ന അതിനൊടുവിലാണ് ഇവിടെ BJP വിജയിക്കുന്നത്. എന്തായാലും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷം എന്ന് പറയുന്നത് വളരെ അഭിമാനകരവും ആനന്ദകരവുമാണ്. അതുകൊണ്ട് തന്നെ ഈ സത്യപ്രതിജ്ഞാ ദിനത്തിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും പായസ വിതരണം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഏറെ നാളത്തെ. അതെ, ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. നമ്മളുടെ എല്ലാം അഭിമാന നിമിഷമാണ്. ചാത്തന്നൂർ വളരെ മികച്ചൊരു രീതിയിൽ മാറ്റം വരും. നമ്മളുടെ അഭിമാനം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ പ്രയത്നം, നമ്മുടെ ഒരു കാത്തിരിപ്പിനാണ് അറുതി വരുത്തിയിരിക്കുന്നത്. വളരെ അഭിമാനകരമായ നിമിഷമാണ്. ഈ ഒരു നിമിഷത്തിൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി. നമ്മൾ ഈ ഒരു മധുര വിതരണം ഇവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ദിനം, അതായത് ചാത്തന്നൂരിൻ്റെ MLA ആയി BB ഗോപകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത ദിനമാണ് ഇന്ന് ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നത് ചാത്തന്നൂരിലെ ജനത. ഈ ചാത്തന്നൂർ ജംഗ്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒത്തുകൂടുന്ന ഈ ഒരു ജംഗ്ഷൻ, അവിടെയാണ് ഇപ്പോൾ ഇവിടെ തന്നെ വച്ച് പായസം ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വിതരണം ചെയ്യുന്നത്. കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, എല്ലാവരും ഇതിൻ്റെ ഭാഗമാകുകയാണ്. എല്ലാവർക്കും വലിയ സന്തോഷം തന്നെയാണ്. ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആ ഒരു സന്തോഷം അമ്മമാരുൾപ്പെടെ നമ്മളോട് പങ്കുവയ്ക്കും. വളരെ സന്തോഷത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. ചാത്തന്നൂരിൻ്റെ അഭിമാനമാണിത്. ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഇത്രയും നല്ല നിലയിലെത്തിയത്. അതിൽ വലിയൊരു അഭിമാനമാണ് ഞങ്ങൾക്ക്. കണ്ടായിരുന്നോ സത്യപ്രതിജ്ഞ? കണ്ടിട്ടാണ് ഞാൻ വന്നത്. മുരളി സാറ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഈ പായസം ചെയ്തത്. ടി വിയിൽ കണ്ട് അത് നമുക്ക് അഭിമാനമാണ്, വലിയ അഭിമാനമാണ്. ഞങ്ങളെ സ്വപ്നം നിറവേറ്റി. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനങ്ങളോട് ഭാരതത്തിന് നമുക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തായാലും വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ നല്ല തിരക്കാണ്. അതായത് പായസ വിതരണം നടക്കുന്നിടത്ത് തന്നെ നല്ല തിരക്കുണ്ട്. ഇവിടെ ഒരുപാട് പേര് അങ്ങനെ എത്തുന്നുണ്ട്. എന്തായാലും നല്ല തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട്. വളരെ സന്തോഷം. നമ്മുടെ ഗോപകുമാർ സാറ് MLA അതിന് ഇല്ല, ഇവിടുത്തെ തിരക്കിലായി പോയി. പ്രവർത്തകരൊക്കെ ഈ ആഘോഷത്തിന്റെ തിരക്കിലാണ്. ആഘോഷം ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് അന്ന് തന്നെ നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഈ ചാത്തന്നൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ആഘോഷപരമാക്കി മാറ്റിയത് BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിലായിരുന്നു എല്ലാവരും.
അതുപോലെ തന്നെ ഇലക്ഷൻ്റെ ഒരു റിസൾട്ട് വന്ന ദിനവും ഈ സ്ഥലം തന്നെയാണ് അതിന് സാക്ഷ്യം വഹിച്ചത്. അതായത് ഇവിടെ മുഴുവനായി അങ്ങ് BJP പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ സത്യപ്രതിജ്ഞാ ദിനവും അത് തന്നെയാണ്. BJP പ്രവർത്തകർ മാത്രമല്ല, പൊതുജനങ്ങളും ഒരുപാട് പേര് ഇതിൻ്റെ എന്തായാലും പൊതുജനങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ഇങ്ങോട്ട് എത്തുകയാണ് അല്ലേ. അപ്പോൾ ഈ ചാത്തന്നൂരിൻ്റെ മണ്ണ് ആഘോഷം അവസാനിക്കുന്നില്ല. ഇല്ല, ആഘോഷത്തോടൊപ്പം വലിയൊരു ഉത്തരവാദിത്വത്തിൻ്റെ തുടക്കം കൂടെയാണെന്ന് ഇവിടുത്തെ പ്രവർത്തകർക്കെല്ലാം നല്ലതുപോലെ ബോധ്യമുണ്ട്. കാരണം ഈ ഒരു മാറ്റം, ചാത്തന്നൂരിൻ്റെ മണ്ണിൽ തുടങ്ങി വെച്ച ഈ ഒരു മാറ്റം കേരളക്കരയിൽ ആകെ എത്തിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് ഇവിടുത്തെ ഓരോ പ്രവർത്തകരും ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണോ BJP വിജയിച്ചത്, അടിസ്ഥാന തലം മുതൽ പാർട്ടിയുടെ ബൂത്ത് തലത്തിലെ ഓരോ പ്രവർത്തകൻ്റെയും കഠിനാധ്വാനമാണ് ഇന്നതായി ഈ മധുര പലഹാരം എല്ലാവരും വിതരണം ചെയ്ത് ആഘോഷിക്കുന്ന തലത്തിലേക്ക് BJPക്ക് ഒരു വലിയ വിജയം സമ്മാനിച്ചത്. അതിൻ്റെ എല്ലാ ഒരു നിറവും ഇവിടുത്തെ ഓരോ പ്രവർത്തകരുടെയും മുഖത്തുണ്ടാവും. ഇവിടെ എങ്ങനെയാണോ വിജയിച്ചത്, എങ്ങനെയാണോ മാറ്റം ജനങ്ങളിൽ കൊണ്ടുവരുമെന്ന് അവരെ ബോധ്യപ്പെടുത്തത്, അതേ മാതൃകയിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ BJP ഭരണമെത്തിക്കുന്നതിലേക്കുള്ള ഒരു ചുവടുവെപ്പ് കൂടെയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഈ ഒരു വിതരണം. നന്ദി. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ചിട്ടയായുള്ള പ്രവർത്തനം. അതോടൊപ്പം തന്നെ ഈ ചാത്തന്നൂരിൻ്റെ മണ്ണിൻ്റെ ആവശ്യകത അറിഞ്ഞുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ BJP പ്രവർത്തകർ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. അതിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ ഈ മധുരം വിതരണം ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. എന്തായാലും എല്ലാം ഓടി നടന്നെല്ലാം കൊടുക്കുക ഞങ്ങളുടെ സന്തോഷത്തിൻ്റെതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇതിൽ വലിയൊരു സന്തോഷമില്ല. മധുര വിതരണം അവസാനിക്കില്ല, ഇനിയും ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇനി കൂടി വരും ഞങ്ങളുടെ ഈ പായസ വിതരണം, താഴോട്ട് പോവില്ല. അങ്ങനെ വിശ്വസിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. എന്തായാലും അമ്മമാർക്ക് വലിയ ആത്മാർത്ഥതയോടുകൂടി സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഒക്കെ ഈ മധുരം അങ്ങനെ എല്ലായിടത്തും എത്തിക്കുകയാണ്. എന്തായാലും ഒരുപാട് പേര് ജോലിക്ക് വേണ്ടി ഇറങ്ങിയതാണോ, എങ്ങനെയാ? ആശുപത്രി പോയിട്ട് വരിക. എന്തായാലും അപ്പോൾ ഈ സന്തോഷത്തിന്റെ ഭാഗമായി കുമാർ സാറിന്ന് സത്യപ്രതിജ്ഞ ഇന്നാണ്, അതിന്റെ മധുരമാണ്. അതെ, സന്തോഷം. അപ്പോൾ എല്ലാവരും അങ്ങനെ എത്തുന്നവർക്കെല്ലാം മധുരം നൽകിക്കൊണ്ട്, അതായത് ഈ ഒരുപാട് പേർക്ക് ഈ സന്തോഷത്തിന്റെ ഭാഗമാകുവാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ്. എന്തായാലും യാത്ര പോകണം, ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമാകുകയാണ്. ഞങ്ങൾ മോദിയിലെ ആൾക്കാരാണ്, ഗുജറാത്തിലെ വണ്ടിയാണ് ഞങ്ങളുടെ. ഞങ്ങൾ നാട്ടിൽ ഗുജറാത്തിൽ നിന്ന് വന്നേ. അതെ അതെ അതെ, സന്തോഷം തീർച്ചയായും. കേരളത്തിൽ താമര വിരിയില്ല മറുപടി ഒരുപാട് വിരിയേണ്ടതാണ്, കുറഞ്ഞു പോയി. എന്നാലും 3 വിരിഞ്ഞു. സത്യപ്രതിജ്ഞാ ദിനത്തിന്റെ ഭാഗമായാണ് ഈ സന്തോഷം. മനസ്സിലായി എല്ലാം അപ്പോൾ ഇവിടേക്ക് എത്തുന്ന ഓരോരുത്തരും വാഹനമൊക്കെ നിർത്തി അങ്ങനെ ഈ സന്തോഷത്തിന്റെ ഭാഗമാകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഓരോരുത്തരും ഇവിടെ എത്തുമ്പോൾ, അതായത് യുവാക്കളും ഒരുപാട് പേരും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗം? പിന്നെ യുവാക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, നിറയെ ആൾക്കാരുണ്ട്. പ്രവർത്തനമായിട്ട് ഇനി മുന്നോട്ട് പോകേണ്ടതാണ്. പിന്നെ തീർച്ചയായിട്ടും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ എന്തായാലും BB ഗോപകുമാർ സാറിന് വലിയൊരു പിന്തുണ ഇവിടെ ലഭിക്കുകയാണ്. അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണ് ഈ സത്യപ്രതിജ്ഞാ ദിനം. അങ്ങനെ ജോലിക്ക് പോകുന്നവരും ആശുപത്രിയിൽ പോയവരും അങ്ങനെ വിദ്യാർത്ഥികളും അങ്ങനെ ഒരുപാട് പേർ ഇവിടേക്ക് എത്തുന്നു. അതായത് 1 മിനിറ്റ് ഇവിടെ ഒന്ന് നിർത്തി ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ് എല്ലാവരും അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ പായസം, അതായത് വലിയ ഒരു ഉരുളിൽ തന്നെയാണ് ഈ പായസമുള്ളത്. അങ്ങനെ പായസം ഇനിയും തീരുന്നില്ല എന്നുള്ളതാണ്. ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്കൊക്കെ കൊടുക്കുവാനുള്ള പായസം ഇവിടെ തന്നെ വച്ചു എന്നുള്ളത്. രാവിലെ മുതൽ തന്നെ ഈ പ്രവർത്തകരൊക്കെ അതിൻ്റെ ഒരു കാര്യവുമായി മുന്നോട്ട് പോയി. അങ്ങനെ അമ്മമാരൊക്കെ ഇവിടേക്ക് എത്തി പായസം കുടിക്കുന്നു. എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, സന്തോഷമല്ലേ? സന്തോഷം. നമ്മളെ എത്രയും വർഷം കൊണ്ട് കാത്തിരുന്ന് നമുക്ക് BJPക്ക് നല്ല ആഗ്രഹമാണ്. എന്നും ഗോപകുമാറിന് നമുക്ക് നന്ദി പറയുന്നു. നമുക്ക് എത്രയും വർഷം കൊണ്ട് കാത്തിരുന്ന ഒരു വിജയം നമുക്ക് നേടിയിരിക്കുകയാണ്. നമ്മൾ കാത്തിരുന്നൊരു കാര്യമാണ്. തന്നെയാണ്. തീർച്ചയായും വളരെയധികം സന്തോഷത്തിലാണ് പ്രവർത്തകരൊക്കെ. അവരൊക്കെ ഏറെ നാള് കാത്തിരുന്നാണ് യാത്ര പോവുകയാണ്. അപ്പോൾ യാത്ര പോകുമ്പോൾ സന്തോഷത്തിന്റെ ഭാഗമാകുക. അതെ അതെ, സന്തോഷമാണ്. കുമാർ സാറിന്ന് അതെ അതെ അതെ, വളരെ സന്തോഷം. അപ്പോൾ എല്ലാവരും അങ്ങനെ സന്തോഷത്തിൽ തന്നെയാണ്. കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. പേരെന്താ? കാളിദാസ്. പായസം കുടിക്കാൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിൽ അങ്ങനെ ഈ ആനന്ദത്തിന്റെ ഭാഗമാകുന്നു. BJP വിരിഞ്ഞ്, ചാത്തന് BJP വിരിഞ്ഞ്. അങ്ങനെ തന്നെയാണ്. എന്തായാലും ഒരുപാട്
സന്തോഷം പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്തത്. കാരണം ഞാൻ 2007 വരെ ചാത്തന്നൂർ നിയോജക മണ്ഡലം പ്രസിഡൻ്റായിരുന്നു BJPയുടെ. അതിനുശേഷം സംസ്ഥാന സമിതി അംഗം, BJPയുടെ ജില്ലാ ഉപാധ്യക്ഷനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. അതിനുവേണ്ടി വളരെയധികം കഠിനാധ്വാനം ഈ ചാത്തന്നൂർ മണ്ഡലം 6 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തി ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഒരു സമൂഹം, നമ്മുടെ ഈ ജനസമൂഹം മറ്റ് ഒന്നും നോക്കാതെ BJPക്ക് വോട്ട് ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഗോപൻ സാർ ഇന്ന് ജയിച്ചത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അത് സബലീകൃതമായ നിമിഷമാണിത്. ഇതിന് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായും ഓരോരുത്തരുടെയും പ്രതികരണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളമാണ് അവർ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായത്. തങ്ങളുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലെ BJPയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്ന ആളുകൾ. അത് കൃത്യമായും എത്രത്തോളമാണ് അവരുടെ സന്തോഷം, അവരുടെ ആത്മാർത്ഥത എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. നേതാവ് ഞങ്ങൾക്ക് വേണ്ടി ജയിച്ചതിന് നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. സത്യപ്രതിജ്ഞ ആണോ? ദൈവത്തിന് ഭാഗമാണ് ഈ മധുര. എല്ലാവരും ജനങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചു. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ പൊതുജനങ്ങൾ ഒരുപാട് പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതായത് ഇതുവഴി യാത്ര പോകുന്നവരൊക്കെ ഇവിടെ വാഹനം നിർത്തി ഈ ഒരു മധുര വിതരണത്തിൻ്റെ ഭാഗമാകുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം ഇവിടെ വിജയിക്കണമെന്നുള്ളത് ഇവിടെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു. അവരൊക്കെ തന്നെ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും അമ്മമാരൊക്കെ ഒരുപാട് പേരുണ്ട്. വളരെ സന്തോഷത്തിലാണല്ലോ. അതെ, ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ ഒരു വെയിലത്തും കഷ്ടപ്പെട്ട് സാറിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചതിന് ഫലമുണ്ടായി. എന്തായാലും ഇന്ന് സാറിൻ്റെ സത്യപ്രതിജ്ഞയില്ലേ, അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. ഭയങ്കരമായിട്ട് സന്തോഷം. ഏറെക്കാലമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതായത് ഓരോ വീടുകളിലും കയറി ഗോപകുമാർ സാറിന് വേണ്ടി വോട്ട് ചോദിച്ചവരാണ് ഈ അമ്മമാരൊക്കെ. അപ്പോൾ അവർക്ക് അവസാന നിമിഷം, അതായത് ഈ ഒരു സത്യപ്രതിജ്ഞാ ദിനം ഇവിടെ ആഘോഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് അന്നേ നമ്മൾ സ്വപ്നം കണ്ടതാണ്. അതെ അതെ അതെ, ഞങ്ങളൊരു കുറേ വർഷം കൊണ്ടേ സ്വപ്നം കണ്ടതാണ് ഈ ഒരു ഗോപകുമാർ സാർ ഇവിടെ വരണമെന്നുള്ളത്. ഞങ്ങൾ അത്രയ്ക്കും ഞങ്ങളിവിടെ പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ആ സമയത്തിന് എനിക്ക് വയ്യായിരുന്നു, എൻ്റെ കാലിന് വയ്യായിരുന്നു. എന്നാലും ഞാനും കുറച്ച് ഇറങ്ങി, ഒരു ദിവസമെങ്കിലും ഞാൻ ഇറങ്ങണമെന്നുള്ള എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഇറങ്ങി. പക്ഷേ ഞങ്ങൾ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സാർ ഇവിടെ വരണമെന്ന്. അത്രയും സന്തോഷമാണ് ഞങ്ങൾക്കിവിടെ. ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു സാക്ഷാത്കരിച്ചത്. അതായത് ഞങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ ഒരു സർജറി കഴിഞ്ഞ് 2 മാസമേ ഉള്ളൂ, 3 മാസം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞതാണ്. ഞാൻ അത് അവഗണിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. ഞാൻ വാർഡിൻ്റെ ഒരു പ്രസിഡൻ്റാണ്. ഇതുവരെ നമ്മൾ ഒരു ചിരകാല സ്വപ്നമായി സാക്ഷാത്കരിച്ചു. അതാണ് ഇത്രയും പറയാനുള്ളത്. താങ്ക് യു. അതുതന്നെയാണ് എന്തായാലും ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അഭിമാനകരമായി പറയുന്നത്. അതായത് ഒരു വീട്ടിലെങ്കിലും ഒരു വീട്ടിൽ തനിക്ക് എത്താൻ പറ്റി, അതായത് ഗോപകുമാർ സാറിൻ്റെ വിജയത്തിന് വേണ്ടി ഒരിടത്തെങ്കിലും എത്താൻ പറ്റി എന്നുള്ളത് ആത്മാർത്ഥമായും അഭിമാനകരമായും ഒക്കെ അവർ പറയുകയാണ്. എല്ലാവരും ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാകുന്നു. ഈ ബസ്സൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും, ഒരുപാട് യാത്രക്കാരുണ്ട്. അവരിലേക്കൊക്കെ ഈ മധുരം എത്തിക്കുകയാണ്. ഈ സന്തോഷത്തിൻ്റെ മധുരം, അത് ഈ വിജയത്തിൻ്റെ മധുരമാണ്. എന്തായാലും ഈ ഒരു സമയം നമുക്ക് ചാത്തന്നൂർ ജംഗ്ഷനിലെ കാഴ്ചകളാണ് കാണുന്നത്. ഇനി ചാത്തന്നൂരിൻ്റെ മണ്ണിൽ, അതായത് താമര വാടില്ല എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും ഇവിടേക്ക് എത്തുന്ന ഒരുപാട് പേർ പറയുന്നത്. എല്ലാവരും വളരെ സന്തോഷം, ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാകും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരുപാട് പേർ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവരെ സ്വീകരിക്കുകയാണ് ഇവിടെയുള്ള BJP പ്രവർത്തകർ. അവരിലേക്ക് ഈ മധുരം എത്തിക്കുകയാണ്. എന്തായാലും ചാത്തന്നൂരിലെ പ്രവർത്തനം എന്ന് പറയുന്നത് മാതൃകയാക്കേണ്ട പ്രവർത്തനമാണ് എന്നുള്ളത് BJP പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. കാരണം അത്രയധികം ചിട്ടയായ പ്രവർത്തനം, അത് കൃത്യമായും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മുതിർന്ന കാര്യകർത്താക്കൾ ഉൾപ്പെടെ, അതായത് ഈ തിരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഇവിടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രവർത്തകർക്ക് നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ എല്ലാവരും പ്രവർത്തകരൊക്കെ കൃത്യമായ രീതിയിൽ ആ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയി എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടേക്ക് എത്തുന്ന ഓരോ വാഹനവും നിർത്തി ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാകുകയാണ്. സത്യപ്രതിജ്ഞാ ദിനത്തിൽ BB ഗോപകുമാർ സാറിനായി ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ചേർന്ന് ഈ ഒരുക്കുന്ന ഈ ആഘോഷം, അതിൻ്റെ ഭാഗമാകുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും ചാത്തന്നൂരിൻ്റെ മണ്ണ് ആഗ്രഹിച്ച ദിനമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇവിടെയുള്ള ജനത
ആഗ്രഹിച്ച ദിവസം എത്രയധികം സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്ന, അഭിമാനത്തോടെ നിൽക്കുന്ന BJP പ്രവർത്തകർ. നമുക്കറിയാം, ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുൻപൊക്കെ BJP വിജയിക്കും എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോഴേക്കും അവിടെ ഇടത് വലത് മുന്നണികൾ ചേർന്ന് അവിടെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി BJP സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോഴും പലയിടത്തും തുടരുകയാണ്. ആ സാഹചര്യത്തിൽ വളരെയധികം നിസ്സഹായരായി നിൽക്കേണ്ടി വന്ന ഒരുപാട് BJP പ്രവർത്തകരുണ്ട്. അതായത് വിജയിക്കുമെന്ന് അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്ന ചില സ്ഥലങ്ങളിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ചില സമയങ്ങളുണ്ട്. അവിടെയൊക്കെ നിൽക്കുന്ന ഒരുപാട് പേർ അവരുടെയൊക്കെ കണ്ണീര് കണ്ടതാണ്. അതുപോലെ തന്നെ ചാത്തന്നൂരിൻ്റെ മണ്ണിൽ കഴിഞ്ഞ തവണയുടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു ഇവിടെയുള്ള പ്രവർത്തകർക്ക്. എന്തായാലും ഇത്തവണ അതിലൊരു മാറ്റമുണ്ടായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരുപാട് പേർ അങ്ങനെ ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാകുമ്പോൾ പായസം തീരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പായസം അത്രയധികം ഇവിടെ ജനങ്ങൾക്കായി ഈ മധുരം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആളുകളൊക്കെ വരുമ്പോൾ അവരെ കൂടുതലായും അവരിലേക്ക് മധുരം എത്തിച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ ഇവിടെ പ്രവർത്തകർ നിൽക്കുകയാണ്. മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു സന്തോഷം ഇവിടെയുള്ള പ്രവർത്തകരിൽ നമുക്ക് കാണാൻ സാധിക്കും. BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ സ്വപ്നമെന്ന് പറയുന്നത് സ്വന്തം സ്ഥലത്ത് അവിടെ BJPയെ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരുപാട് പേർ ഇപ്പോഴും നമ്മളോട് പറയുമ്പോൾ നമുക്കിവിടെ മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ട് ഈ ചാത്തന്നൂരിൽ തന്നെ. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന സമയത്തൊക്കെ വളരെ വിഷമത്തോട് തന്നെ BJP പ്രവർത്തകരെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു കഴിഞ്ഞ 10-30 വർഷം BJPയുടെ സംഘടനാ ചുമതല വഹിച്ച ആളെന്ന നിലയിൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ താമര വിരിഞ്ഞതിൽ അഭിമാനവും സന്തോഷവും എന്താണ്, ഞങ്ങളെ പ്രവർത്തകരെല്ലാം കരയുമായിരുന്നു. കാരണം അവർ ഒരു പൊൻതാമര വിരിയിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വപ്നമായിരുന്നു. മറ്റു നാടുകളിൽ താമര വിരിയുമ്പോൾ ഞങ്ങളിവിടെ പ്രകടനം നടത്താറുണ്ട്. പക്ഷേ ഇത്തവണ നമ്മളെ ചാത്തന്നൂർ ശ്രീഭൂതാനൻ്റെ മണ്ണിൽ താമര വിരിയുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചാത്തന്നൂർ എന്ന് പറഞ്ഞാൽ ചാത്തൻ്റെ ഊര്, ചാത്തന്നൂർ അത്രയും പ്രത്യേകതയുള്ള സ്ഥലത്താണ് ആദ്യമായി BJPക്ക് വൻ ഭൂരിപക്ഷത്തിൽ താമര വിരിയാനും ആദ്യ താമര കേരളത്തിൽ വിരിയാനും കഴിഞ്ഞത് ജഗദീശ്വരൻ്റെ അനുഗ്രഹമാണ്. എല്ലാ സഹപ്രവർത്തകർക്കും 1000 നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. തീർച്ചയായും അതുതന്നെയാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ, പ്രവർത്തനങ്ങൾക്കൊടുവിൽ ഇവിടെ ഇപ്പോൾ BJP പ്രവർത്തകർ അങ്ങനെ മധുരം നൽകി ആഘോഷിക്കുകയാണ് ഈ ദിനം. ഈ ദിനത്തിലെ വിശേഷങ്ങൾ, അതായത് ചാത്തന്നൂരിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നേരത്തെ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ പോലും BB ഗോപകുമാർ നമ്മളോട് പങ്കുവച്ചതാണ്. കാരണം ഇനി ഈ മണ്ണിന് വേണ്ട ആവശ്യങ്ങൾ അത് നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു MLA എന്നുള്ള നിലയിൽ BB ഗോപകുമാറിനെ സംബന്ധിച്ചിടത്തുള്ളത്. അത്തരത്തിൽ കേന്ദ്ര പദ്ധതികളായാലും അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകും, അത് നടപ്പിലാക്കുമെന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടെ വളരെയധികം ആഹ്ലാദത്തോടു കൂടി അവർ നിൽക്കുന്ന ഈ ഒരു നിമിഷമാണ്. എന്തായാലും ചാത്തന്നൂരിൻ്റെ മണ്ണിൽ അങ്ങനെ ഒരു വിജയം ആഘോഷിക്കപ്പെടുക എന്നുള്ളത് BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഫലം അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. അവരിങ്ങനെ മധുരം വിതരണം ചെയ്തുകൊണ്ട് ഇതിവിടെ അവസാനിക്കുന്നില്ല എന്നുള്ള വാക്ക് തന്നെയാണ് ജനങ്ങൾക്ക് അവർ ഓരോരുത്തരും നൽകുന്നത്. അതുതന്നെയാണ് ചാത്തന്നൂരിൽ MLA ആയി BB ഗോപകുമാർ ചാത്തന്നൂരിൻ്റെ MLA ആയി ഇന്ന് നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അതിൻ്റെ ആഹ്ലാദം തന്നെയാണ് ആ മണ്ഡലത്തിലുടനീളമുള്ളത്. ചാത്തന്നൂരിലെ ജനത മധുരം വിളമ്പിയും പായസം നൽകിയുമാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത്. ആ ഒരു ആഹ്ലാദത്തിൽ അവിടേക്ക് വരുന്നവരൊക്കെയും അതിഥികളായി ആ മധുരം നുകരുകയാണ്, സന്തോഷം പങ്കിടുകയാണ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.